ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു KU FYUGP ഓൺലൈൻ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങാം. ആദ്യം ഇൻട്രൊഡക്ഷനാണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 39 ഓഫ് ദ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932, the dissolution of a partnership between all the partners of a firm is called the dissolution of the firm. It signifies the complete termination of the legal relationship between all partners and the closure of the firm's business operations. ഒരു ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കംപ്ലീറ്റ് ക്ലോഷറാണ്. എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് എന്നേക്കുമായി അടച്ചു പൂട്ടുന്ന ഒരു പ്രോസസ്സിനെയാണ് പറയുന്നത് ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം എന്ന് പറയുന്നത്. പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു ലീഗൽ റിലേഷൻഷിപ്പിൻ്റെ ടെർമിനേഷനും കൂടെയാണ് ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഫേം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമും പിന്നെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് തമ്മിലുള്ളൊരു ഡിഫറൻസ് ആണ് നമുക്കിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. അതിൽ ബിസിനസ് ഓപ്പറേഷനായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ ബിസിനസ് ഓപ്പറേഷനെ അത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നുമില്ല. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് എ ചേഞ്ച് ഇൻ ദ റിലേഷൻഷിപ്പ് ഓഫ് ദ പാർട്ട്നേഴ്സ്. ദ ഫേം മേ കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ആൻഡ് ബിസിനസ് പ്രൊസീഡ്സ്. ഓക്കെ, പിന്നെ ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറയുമ്പോൾ എന്നേക്കുമായിട്ട് ആ ഫേം അടച്ചു പൂട്ടുന്ന ഒരു പ്രോസസ്സിനെയാണ് പറയുന്നത് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. അതുകൊണ്ട് തന്നെ അസറ്റ്സ് വിൽക്കുകയും പിന്നെ ലയബിലിറ്റീസ് കൊടുത്തു തീർക്കുകയും വേണം. അടുത്തത് മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ആണ്. ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻറ്റ്. എ ഫേം ക്യാൻ ബി ഡിസോൾവ്ഡ് വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ് ഓർ ഇൻ അക്കോർഡൻസ് വിത്ത് ആൻ എക്സ്പ്രസ് കോൺട്രാക്റ്റ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്. ഒരു കോൺട്രാക്റ്റ് വഴിയോ കൺസെൻറ്റ് വഴിയോ എല്ലാ പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റ് വഴിയോ നമുക്ക് പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് കമ്പൽസറി ഡിസൊല്യൂഷൻ. ഓക്കെ, എ ഫേം ഈസ് കമ്പൽസറി ഡിസോൾവ്ഡ് ഇഫ് ഓൾ പാർട്ട്നേഴ്സ് ഓർ ഓൾ എക്സെപ്റ്റ് വൺ ബിക്കംസ് ഇൻസോൾവെൻറ്റ്. ദ ബിസിനസ് ഓഫ് ദ ഫേം ബിക്കംസ് ഇല്ലീഗൽ. ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസ് ഇല്ലീഗൽ ആവുകയോ പിന്നെ ഓൾ പാർട്ട്നേഴ്സ് എല്ലാ പാർട്ട്നേഴ്സും ഇൻസോൾവെൻ്റ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ, ഇൻസോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് പേ ഓഫ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരികയാണെങ്കിൽ അപ്പോഴും കമ്പൽസറി ആയിട്ട് ഡിസൊല്യൂട്ട് ചെയ്തേ പറ്റൂ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം. ഓക്കെ, അടുത്തത് ഡിസൊല്യൂഷൻ ഓൺ ദി ഹാപ്പനിങ് ഓഫ് കണ്ടിൻജൻസീസ്. ഓക്കെ, സബ്ജക്റ്റ് ടു എ കോൺട്രാക്ട് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ്, എ ഫേം ഇസ് ഡിസോൾവ്ഡ് ഇഫ് the fixed term for which the firm was constituted expires. The specific venture for which the firm was formed is completed. A partner dies. Okay, ഒരു ഫിക്സ്ഡ് ടേം ഫേം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഫിക്സ്ഡ് ടേം എക്സ്പയർ ചെയ്താലും പിന്നെ ആ ഫേം എന്തിനു വേണ്ടിയാണോ ഉണ്ടാക്കിയത്, ഒരു ഫേം എന്തിനു വേണ്ടിയാണ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കംപ്ലീറ്റ് ആയാലും പിന്നെ ഏതെങ്കിലും ഒരു പാർട്ട്ണർ മരിച്ചു പോയാലും ഡിസൊല്യൂട്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ, അടുത്തത് ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ്. വേർ ദ പാർട്ട്ണർഷിപ്പ് ഇസ് അറ്റ് വിൽ, ദ ഫേം മേ ബി ഡിസോൾവ്ഡ് ബൈ എനി പാർട്ട്ണർ ഗിവിംഗ് റിട്ടൺ നോട്ടീസ് ടു ഓൾ അതർ പാർട്ട്നേഴ്സ് ഓഫ് ദെയർ ഇൻറ്റൻഷൻ ടു ഡിസോൾവ് ദ ഫേം. ഒരു പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്യാൻ ഒരു പാർട്ട്ണർ ബാക്കി എല്ലാ പാർട്ട്നേഴ്സിനും ഒരു നോട്ടീസ് കൊടുത്തുകൊണ്ട് ഡിസോൾവ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഡിസൊല്യൂഷൻ ബൈ കോർട്ട്. കോർട്ട് വഴി എങ്ങനെയാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. The court can order dissolution among suit by a partner on grounds such as. ഒരു പാർട്ട്ണർ കോർട്ട് വഴി ഈ ഗ്രൗണ്ട്സ് കൊണ്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കാം കേട്ടോ, ഓരോ പോയിന്റ് ബൈ പോയിന്റ് നമുക്ക് നോക്കാം. എ പാർട്ട്ണർ ബിക്കംസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്. ഒരു പാർട്ട്ണർ ഭ്രാന്താവുന്നതും പിന്നെ എ പാർട്ട്ണർ ബിക്കംസ് പെർമനൻ്റ്ലി ഇൻകേപ്പബിൾ ഓഫ് പെർഫോമിങ് ഡ്യൂട്ടീസ്. ഒരു പാർട്ട്ണർ അയാളുടെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴും പിന്നെ മിസ്കണ്ടക്ട് എഫക്റ്റിംഗ് ദ ബിസിനസ്.
ഒരു ബിസിനസ് നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോഴും പിന്നെ പെർസിസ്റ്റൻറ്റ് ബ്രീച്ച് ഓഫ് എഗ്രിമെൻറ്റ് വഴി സംഭവങ്ങൾ ഒരു ഡ്യൂട്ടീസ് നടത്താൻ പറ്റാതെ വരുമ്പോഴും പിന്നെ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ടു എ തേർഡ് പാർട്ടിയിലേക്ക് ഒരാളുടെ പാർട്ട്ണർഷിപ്പ് ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും പിന്നെ ബിസിനസ് ക്യാൻ ഓൺലി ബി ക്യാരിഡ് ഓൺ അറ്റ് എ ലോസ്. ഒരു ലോസ് കൊണ്ട് മാത്രം ഒരു ബിസിനസ് കൊണ്ട് നടത്താൻ പറ്റാതെ വരുന്ന അവസ്ഥയും കൊണ്ടും ഒരു കോർട്ട് ഡിസൊല്യൂഷൻ ഓർഡർ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട്സ്. Upon dissolution, assets are realized and liabilities are discharged in the following order. Payment of outside debts. Okay. ആദ്യം അസറ്റ്സ് വിറ്റും പിന്നെ ലയബിലിറ്റീസ് കൊടുക്കുന്നതും എങ്ങനെ വേണം, ഏത് ഓർഡറിലാണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം പേയ്മെൻറ്റ് ഓഫ് ഔട്ട്സൈഡ് ഡെപ്റ്റ്സ്. വല്ല ക്രെഡിറ്റേഴ്സോ വലിയ പുറത്തുള്ള ഏതെങ്കിലും ബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം അത് കൊടുത്ത് തീർക്കണം. പിന്നെ അടുത്തത് റീപേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസസ് മെയ്ഡ് ബൈ പാർട്ട്നേഴ്സ്. വല്ല അഡ്വാൻസസ് എന്തെങ്കിലും പാർട്ട്നേഴ്സിന് കൊടുക്കാനുണ്ടെങ്കിൽ, വല്ല ലോൺസ് പോലെ എന്തെങ്കിലും അഡ്വാൻസ് കൊടുക്കാനുണ്ടെങ്കിൽ അതും പാർട്ട്നേഴ്സ് കൊടുത്തിരിക്കണം. പിന്നെ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ തിരിച്ചടയ്ക്കണം. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിമൈനിങ് സർപ്ലസ് എമംഗ് ദ പാർട്ട്നേഴ്സ് ഇൻ ദർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അനുസരിച്ച് എന്തെങ്കിലും ക്യാപിറ്റലിന് റിമൈനിങ് സർപ്ലസ് എന്തെങ്കിലും ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ അത് പാർട്ട്നേഴ്സിന് കൊടുത്തു തീർക്കണം. ഓക്കെ, അടുത്തത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റും പിന്നെ അതിൻ്റെ ജേർണൽ എൻട്രീസും ആയിരിക്കും ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഫോർമാറ്റ് നോക്കാം. ആദ്യം നമ്മൾ അസറ്റ്സും ലയബിലിറ്റീസും ബ്രോട്ട് ഡൗൺ ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ടു സൺട്രി അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ബുക്ക് വാല്യൂവിൽ നമ്മൾ ആ എമൗണ്ട് കോളത്തിൽ എഴുതും. പിന്നെ സൺട്രി ലയബിലിറ്റീസ്, ബാലൻസ് ഷീറ്റിൽ നിന്ന് ലയബിലിറ്റീസ് നമ്മൾ ബ്രോട്ട് ഡൗൺ ചെയ്യും. അപ്പോൾ ബൈ സൺട്രി ലയബിലിറ്റീസ് അറ്റ് ബുക്ക് വാല്യൂവിൽ നമ്മൾ ബ്രോട്ട് ഡൗൺ ചെയ്യണം, എമൗണ്ട് കോളത്തിൽ ആ എമൗണ്ട് എഴുതണം. പിന്നെ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ലയബിലിറ്റീസ് എല്ലാം പേ ഓഫ് ചെയ്യണം. ഓക്കെ, ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ എമൗണ്ട് എഴുതും. പിന്നെ റിയലൈസേഷൻ എക്സ്പെൻസ് വല്ലതും ഉണ്ടെങ്കിൽ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ എമൗണ്ടും കൂടെ എഴുതും ഡെബിറ്റ് സൈഡിൽ. ഓക്കെ, പിന്നെ പാർട്ട്നേഴ്സ് വല്ല ലയബിലിറ്റി പേ ഓഫ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ആ ബാധ്യത ഏറ്റെടുത്താൽ നമ്മൾ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ. ഓക്കെ, ഇനി പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ ലാസ്റ്റ് ബാലൻസ് ചെയ്ത് വരുന്ന എമൗണ്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ വീതിച്ച് കൊടുക്കണം. ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അസറ്റ്സ് എല്ലാം വിൽക്കണം. ഓക്കെ, എന്നിട്ട് ആ എമൗണ്ട് കോളത്തിൽ എഴുതണം. അടുത്തത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വല്ല പാർട്ട്ണർ അസറ്റ്സ് എടുത്തു എന്ന് പറയുമ്പോൾ ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ഓക്കെ, പിന്നെ നമ്മളത് ബാലൻസ് ചെയ്യണം. ആ അക്കൗണ്ട് ബാലൻസ് ചെയ്തിട്ട് ആ ബാലൻസായി വരുന്ന എമൗണ്ട് പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടും പിന്നെ ലോസ് ആണെങ്കിൽ ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓൺ റിയലൈസേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതാണ് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ജേർണൽ എൻട്രീസ് ഫോർ ഡിസൊല്യൂഷനാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ എൻട്രി എന്ന് പറയുന്നത് ഫോർ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്യുന്ന എൻട്രിയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. നമ്മൾ ഈ ജേർണൽ എൻട്രി നോക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ ഉറപ്പാക്കണം എന്ന് പറയുന്നത്, ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു ലയബിലിറ്റി റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്യുമ്പോൾ പിന്നെ അസറ്റ്സും ലയബിലിറ്റീസും എക്സിസ്റ്റ് ചെയ്യുന്നില്ല ആ ഫേമിൽ. ഓക്കെ, ഇനി തൊട്ട് നമ്മൾ എല്ലാ എൻട്രിയിലും
ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് സൈഡിൽ റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ബ്രോഡ് ഡൗൺ ചെയ്യുന്ന എൻട്രിയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു സൺട്രി അസറ്റ്സ്. ഓക്കെ, അസറ്റ്സ് കുറയുന്നത് കൊണ്ട് തന്നെ സൺട്രി അസറ്റ്സ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, എന്നിട്ട് റിയലൈസേഷൻ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റും ചെയ്യുന്നു. ഓക്കെ, ബീയിങ് അസറ്റ്സ് ട്രാൻസ്ഫർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഓക്കെ, അടുത്തത് ഫോർ ട്രാൻസ്ഫർ ഓഫ് എക്സ്റ്റേണൽ ലയബിലിറ്റീസിനെ നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യുന്ന എൻട്രിയാണ് അടുത്തത് നോക്കാൻ പോകുന്നത്. സൺട്രി ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെബിറ്റ് ടു റിയലൈസേഷൻ ബീയിങ് ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ടു റിയലൈസേഷൻ. സൺട്രി ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെബിറ്റ് ടു റിയലൈസേഷൻ. ലയബിലിറ്റീസ് കുറയുന്നതുകൊണ്ട് തന്നെ അത് ഡെബിറ്റ് ബാലൻസ് ആവുകയും പിന്നെ റിയലൈസേഷൻ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ആക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സൺട്രി ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെബിറ്റ് ടു റിയലൈസേഷൻ എന്ന് പറയുന്ന എൻട്രിയാണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്. അടുത്തത് ഫോർ സെയിൽ ഓഫ് അസറ്റ്സ് വിൽക്കുന്ന എൻട്രിയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. അസറ്റ്സിൻ്റെ വാല്യൂ കുറയുകയും പിന്നെ ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ്, ഓക്കെ, ക്യാഷ് ഓർ ബാങ്കിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, കൂടുതൽ കേസസിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് ഫോർ പേയ്മെൻറ്റ് ഓഫ് ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യുന്ന എൻട്രിയാണ് നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത്. റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്. ലയബിലിറ്റീസ് കുറയുന്നത് കൊണ്ട് റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റും ചെയ്യുന്നു, പിന്നെ പൈസ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് നമ്മളുടെ പൈസ പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ടു ബാങ്ക് അല്ലെങ്കിൽ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, ബീയിങ് ലയബിലിറ്റീസ് പെയ്ഡ് ഓഫ്. അടുത്ത എൻട്രി എന്ന് പറയുന്നത് ഫോർ റിയലൈസേഷൻ എക്സ്പെൻസസ്. റിയലൈസേഷൻ നടത്താൻ വേണ്ടി നമ്മളുടെ കയ്യിൽ നിന്ന് കുറേ എക്സ്പെൻസസ് ചിലവ് പോകാറുണ്ട്. അപ്പോൾ അതിന് ഉള്ള എൻട്രിയാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്. എക്സ്പെൻസസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നത് കൊണ്ട് തന്നെയാണ് ടു ബാങ്ക് അല്ലെങ്കിൽ ടു ക്യാഷ് എന്ന് പറഞ്ഞ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നതും പിന്നെ റിയലൈസേഷൻ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, ബീയിങ് എക്സ്പെൻസസ് പെയ്ഡ്. അടുത്തത് ഫോർ പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതിനുള്ള എൻട്രിയാണ് നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത്. റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ഈ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് തന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന് നമ്മൾ ക്രെഡിറ്റ് ബാലൻസ് കൊടുത്തിട്ട് റിയലൈസേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റും ചെയ്യുന്നു. ഓക്കെ, ബീയിങ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഫോർ ലോസ് ഓൺ റിയലൈസേഷൻ. ഇനി റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്തിട്ട് ലോസ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ലോസ് എമൗണ്ട് ആണെങ്കിൽ ആ ലോസ് എങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതെന്നാണ് നമ്മൾ അടുത്ത എൻട്രിയിൽ നോക്കാൻ പോകുന്നത്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു റിയലൈസേഷൻ. പ്രോഫിറ്റ് ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആണ് ചെയ്തത്, പക്ഷേ ഈ സമയത്ത് നമ്മൾ ലോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു റിയലൈസേഷൻ എന്ന് വരും ആ എൻട്രി. ഓക്കെ, ബീയിങ് ലോസ് ട്രാൻസ്ഫേർഡ്. ഈ 6ഉം 7ഉം എൻട്രിയിൽ ഏതെങ്കിലും ഒരു എൻട്രിയാണ് ഒരു ക്വസ്റ്റ്യനിൽ വരിക. പ്രോഫിറ്റും ലോസും ഒരുമിച്ച് വരില്ല. ഒന്നെങ്കിൽ പ്രോഫിറ്റിൻ്റെ എൻട്രി അല്ലെങ്കിൽ ലോസിൻ്റെ എൻട്രി നമ്മൾ പാസ് ചെയ്യണം. ഓക്കെ, അടുത്ത എൻട്രി എന്ന് പറയുന്നത് ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് കൊടുത്തു തീർക്കുന്ന എൻട്രി, ക്യാപിറ്റൽ സെറ്റിൽമെൻറ്റ് ചെയ്യുന്ന എൻട്രിയാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് ബീയിങ് ഫൈനൽ പേയ്മെൻറ്റ് മെയ്ഡ്. ക്യാപിറ്റലൊക്കെ കൊടുത്തു തീർക്കുമ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് കുറയുകയും പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസയും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ എൻട്രിയിൽ വരുന്നത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് എന്ന് വരും. ഓക്കെ, ഞാൻ ഈ വീഡിയോയിൽ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഡിസ്കഷനാണ് നടത്തിയത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്തോളാം.
അടുത്ത വീഡിയോയിൽ ഞാൻ ഈ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.